സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ക്രിസ്മസിൻ്റെ ഈ ഒരുക്ക നാളുകളിൽ നാം എല്ലാവരും തന്നെ വായിച്ച് ധ്യാനിക്കേണ്ട വളരെ പ്രസക്തമായ ഒരു തിരുവചനം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ദാ ഈ സമയം നമുക്ക് സമ്മാനിക്കുകയാണ്. സാധിക്കുന്നവരെല്ലാവരും വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ ഒരുമിച്ച് വായിച്ച് അഭിഷേകം പ്രാപിക്കാൻ പോവുകയാണ്. ഈ നാളുകളിൽ യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി ലോകമെമ്പാടും ദൈവജനം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ ചില കാര്യങ്ങൾ ഈ ഒരുക്കത്തിൽ ശ്രദ്ധിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം 4, 5, 6 തിരുവചനങ്ങൾ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 3 വേർഡ്സ് 4, 5 and 6 തിരുവചനത്തിൽ ദാ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. കുറച്ചുപേരല്ല, സകല മനുഷ്യരും. തിരുവചനം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ആരുമായിക്കൊള്ളട്ടെ, നീ ഏതു മതവിശ്വാസി ആയിക്കൊള്ളട്ടെ, നിൻ്റെ ഇന്നലകൾ എങ്ങനെയുള്ളതായിക്കൊള്ളട്ടെ, തിരുവചനം പഠിപ്പിക്കുന്ന കാര്യം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്മസ്. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? ഇതാ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കുറച്ചു പേർക്കുള്ളതല്ല, സകല ജനത്തിനും വേണ്ടിയുള്ള, എനിക്കും നിനക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. സ്നാപക യോഹന്നാൻ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം അവരുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചു. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം ഇങ്ങനെയാണ്. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം കേട്ട ജനക്കൂട്ടത്തിൻ്റെ പ്രതികരണമാണ്. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് ചോദിക്കുന്നത്? ജനക്കൂട്ടം. കാരണം ജനം ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു കാര്യം മനസ്സിലായി: ഇങ്ങനെ ജീവിച്ചാൽ പോരാ, സ്വഭാവത്തിന് മാറ്റം വരണം, ജീവിതത്തിനൊരു മാറ്റം വരണം. അപ്പോൾ അതുകൊണ്ട് ജനക്കൂട്ടം ഇതാ സ്നാപക യോഹന്നാനോട് ചോദിക്കുക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത വചനം 11-ാം തിരുവചനം പറയുന്നു, അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ പങ്കുവയ്ക്കുക. രക്ഷ പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ എന്തു ചെയ്യണം? നീ ഉള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കണം. പ്രിയപ്പെട്ടവരെ,
ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളോടൊക്കെ ഇതാ തിരുവചനം പഠിപ്പിക്കുകയാണ്. എന്തു ചെയ്യണം? രക്ഷ പ്രാപിക്കണമെങ്കിൽ ഉള്ളത് പങ്കുവയ്ക്കണം. അപ്പം ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, പങ്കുവയ്ക്കാൻ ഒന്നും ഇല്ലല്ലോ അച്ചോ, പങ്കുവയ്ക്കാൻ സമ്പത്തില്ലല്ലോ. നമുക്കുള്ളത് എന്താണോ അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. സ്വാർത്ഥതയുടെ തോട് പൊട്ടിക്കണം, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമ്മൾ എടുക്കേണ്ട ഒരു പ്രസക്തമായ തീരുമാനമാണ് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനുള്ള തീരുമാനം. ചിലരൊക്കെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എനിക്കെല്ലാം തികഞ്ഞിട്ട് ഞാൻ പങ്കുവയ്ക്കാം, എനിക്കുള്ളത് തികഞ്ഞിട്ട് ഞാൻ പങ്കുവയ്ക്കാം. അങ്ങനെ ഒരു സമയം ഉണ്ടാവുമോ? എല്ലാം തികഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാം എന്ന് ചിന്തിച്ചാൽ അങ്ങനെ ഒരു സമയം ഉണ്ടാവുമോ? ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കുക. എന്നെങ്കിലും ഈ സമ്പത്ത് മതിയായി എന്ന് പറയുമോ? അതില്ല. കിട്ടുന്നിടത്തോളം പോരട്ടെ പോരട്ടെ എന്നാണ് നമ്മുടെയൊക്കെ സ്വഭാവ രീതി. അതുകൊണ്ട് എല്ലാം തികഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിക്കാം എന്ന് ചിന്തിക്കണ്ട. ഇതാ സ്നാപക യോഹന്നാൻ എന്നോടും നിന്നോടും പറയുന്നു, നിനക്കുള്ളത് എന്താണോ അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക. വീണ്ടും തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ്, ചുങ്കക്കാർ വന്നു, ടാക്സ് കളക്ടേഴ്സ്. അവരുടെ പണി എന്താണ്? അവർ മറ്റുള്ളവരെ പിഴിഞ്ഞ് പണം സമ്പാദിക്കുന്നവരാണ്. 12-ാം തിരുവചനം, ലൂക്കാസ് സുവിശേഷം 3-ാം അധ്യായം 12-ാം തിരുവചനം. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരോ, ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ചുങ്കക്കാർ അവർ വിചാരിച്ചത് അവരിപ്പോൾ ഓക്കെ ആണെന്നാണ്. അപ്പോൾ അവരോട് സ്നാപക യോഹന്നാൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും ഈടാക്കരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങളായിരിക്കുന്ന ജീവിതത്തോട് നിങ്ങൾക്ക് ഒരു വിശ്വസ്തത വേണം. വിശ്വസ്തത അതുണ്ടോ? നമ്മുടെ ജീവിതത്തോട് നമുക്ക് വിശ്വസ്തത ഉണ്ടോ? ഇതാ തിരുവചനം പഠിപ്പിക്കുന്നു, യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട വളരെ പ്രസക്തമായ കാര്യമാണ് എന്ത്? വിശ്വസ്തത. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനൊരു പുരോഹിതനാണ്. എനിക്ക് എന്നോട് തന്നെ വിശ്വസ്തത വേണം, പൗരോഹിത്യത്തോട് വിശ്വസ്തത വേണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥന് കുടുംബജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥയോടൊരു വിശ്വസ്തത വേണം. ഭാര്യയ്ക്ക് തൻ്റെ ജീവിതത്തിലൊരു വിശ്വസ്തത വേണം. മക്കൾക്കൊരു വിശ്വസ്തത വേണം. വിശ്വസ്തത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിശ്വസ്തത കുടുംബം തകർന്നു പോകും, ജീവിതം നശിച്ചു പോകും. ഇതാ സ്നാപക യോഹന്നാൻ എന്നോടും നിന്നോടും പറയുക, ചുങ്കക്കാരോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇത് നമുക്ക് പ്രസക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? വിശ്വസ്തത വേണം. വിശ്വസ്തത. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി പല തരത്തിലാണ് നമ്മൾ ഒരുങ്ങുന്നത്, അല്ലേ? നക്ഷത്രം തൂക്കും വീടിൻ്റെ വാതിൽക്കൽ, പലതരത്തിൽ ഡെക്കറേഷൻ, പലതരത്തിലുള്ള ഭക്താഭ്യാസം ഒക്കെ നല്ലതാ. പക്ഷേ നമ്മുടെ സ്വഭാവത്തോട് നമുക്കൊരു വിശ്വസ്തതയുണ്ടോ? നമ്മളായിരിക്കുന്ന വിളിയോട് നമുക്കൊരു വിശ്വസ്തതയുണ്ടോ? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടോ? യേശു നമ്മുടെ ജീവിതത്തിൽ വന്ന് പിറക്കണമെങ്കിൽ ഇപ്രകാരമുള്ള ചില നിലപാടുകൾ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് പട്ടാളക്കാരാണ്. പട്ടാളക്കാർ സ്നാപക യോഹന്നാൻ്റെ അടുക്കലോട്ട് വന്നു. 3-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. പ്രിയപ്പെട്ടവരെ, എന്താ അതിൻ്റെ അർത്ഥം? നിന്റെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്കൊരു തൃപ്തി വേണം. തൃപ്തിയുണ്ടോ? ഭാര്യമാരെ, കുടുംബജീവിതം നയിക്കുന്നവരെ, ഭർത്താക്കന്മാരെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയോട് തൃപ്തിയുണ്ടോ? ഞാനന്നൊരു വൈദികൻ സ്വയം ചോദിക്കേണ്ട ചോദ്യം, എനിക്ക് എന്നിൽ തന്നെ തൃപ്തിയുണ്ടോ?
തൃപ്തിയില്ലെങ്കിൽ കലാപം സൃഷ്ടിക്കപ്പെടും. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, അല്ലേ? ചിന്തിച്ച് നോക്കിക്കേ. എപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്? സ്വയം ജീവിതത്തിൽ സംതൃപ്തിയില്ലാത്തവർ കലാപം സൃഷ്ടിക്കും. ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും കലാപം സൃഷ്ടിക്കും. ഒരു ഭാര്യയും ഭർത്താവും കൗൺസിലിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഭാര്യ പറഞ്ഞു, അച്ഛാ, ഞാൻ ഇങ്ങനത്തെ ഒരാളെയല്ല എൻ്റെ ജീവിതത്തിൽ ഭർത്താവായി പ്രതീക്ഷിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനത്തെ ആളെയാണ്? അപ്പോൾ ആ ഭാര്യ തൻ്റെ സങ്കല്പങ്ങളെല്ലാം പറയാൻ തുടങ്ങി. ഇങ്ങനത്തെ ഉള്ള ഒരാളെയല്ല ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തയല്ല. കല്യാണം കഴിഞ്ഞൊരു വീട്ടിലോട്ട് കടന്നു വന്ന് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ പെണ്ണ് ആവർത്തിച്ച് പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി? ഈ വീട്ടിലെ അവസ്ഥയൊന്നും എനിക്ക് സംതൃപ്തിയില്ല, എൻ്റെ വീട്ടിലെ കാര്യത്തിനാണ് എനിക്ക് സംതൃപ്തി. പ്രിയപ്പെട്ടവരെ, സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ആയിരിക്കുന്ന ജീവിതത്തോടുള്ള സംതൃപ്തി. ഈ സംതൃപ്തി ഇല്ലെങ്കിൽ എല്ലാ നേരവും അസ്വസ്ഥരാകും, മറ്റുള്ളവരെയും നമ്മൾ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങും. ഇതാ, ഈ ഒരുക്കനാളുകളിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് സ്നാപകയോഹന്നാൻ ദൈവജനത്തോട്, പട്ടാളക്കാരോട്, ചുങ്കക്കാരോട് പറഞ്ഞു കൊടുത്തത്. നമ്മളെന്താ ചോദിക്കേണ്ടത്? ഞാൻ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചോദ്യം? ഞാൻ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യം നമ്മൾ ഈ നാളുകളിൽ സ്വയം ചോദിക്കണം. രക്ഷപ്പെട്ടു, ഞാനെല്ലാം തികഞ്ഞ് ഓക്കെയാണ് എന്ന് കരുതി ഇരിക്കണ്ട. രക്ഷ നമുക്ക് വേണം. അതിനെന്തു ചെയ്യണം? അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസിനോടും സീലാസിനോടുമാണ് ഈ കാവൽക്കാരൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്തു ചെയ്യണം? ഈ ക്രിസ്മസിൻ്റെ ഒരുക്കനാളുകളിൽ ഈ ചോദ്യം ആവർത്തിച്ച് നമ്മൾ സ്വയം ചോദിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്തു ചെയ്യണം? ഞാനൊരു ഇടവകയിൽ ഒരു ധ്യാനത്തിന് ചെന്നു. ഒരു ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു വീട്ടമ്മ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, ആ കുടുംബത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ ക്ലാസ് സൂപ്പർ ക്ലാസ്സായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ അച്ഛാ, ഇത് കേൾക്കേണ്ട എൻ്റെ ഭർത്താവ് വന്നിട്ടില്ല അച്ഛാ, ഇത് കേൾക്കേണ്ട എൻ്റെ ഭർത്താവ് വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെയൊക്കെ പലരുടെയും ഒരു ആറ്റിറ്റ്യൂഡല്ലേ, പെരുമാറ്റ രീതി. അതായത് എനിക്കല്ല മാറ്റം വരേണ്ടത്, മറ്റുള്ളവർക്കാണ് മാറ്റം വരേണ്ടതെന്ന ചിന്ത. ഇതാ ഈ കാലഘട്ടം നമ്മളോട് പറയുന്നു, മറ്റുള്ളവർക്കല്ല, നമുക്കാണ് മാറ്റം വരേണ്ടത്. നമ്മുടെ സ്വഭാവ രീതിക്കാണ് മാറ്റം വരേണ്ടത്. അപ്പനും അമ്മയും കൂടെ മകനെയും കൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവനെ ഇവിടെയെങ്ങാനും നിർത്തിയേക്ക്, വീട്ടിൽ ശല്യമാണ് അച്ഛാ, ഇവിടെയെങ്ങാനും നിർത്തിയേക്ക്. ഇനി ഇവന് അച്ഛനാകാൻ പോകാൻ പറ്റുമെങ്കിൽ അതിനങ്ങോട്ട് കൊണ്ടുപോക്കോ, വീട്ടിലോട്ട് വിടണ്ട അച്ഛാ, ശല്യമാണ് അച്ഛാ. പറയുന്നത് LKG UKG പഠിക്കുന്ന കുട്ടിയെക്കുറിച്ചല്ല, +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കോളേജ് കുമാരനെ കുറിച്ചാണ് പറയുന്നത്. അപ്പനും അമ്മയും കൂടെ പറയാണ്, ഇവൻ ശല്യമാണച്ചാ, ഇവനെ കൊണ്ട് മടുത്തച്ചാ. അവനെ കുറച്ച് ദിവസം ധ്യാന കേന്ദ്രത്തിൽ ഞാൻ നിർത്തി. സമയം കിട്ടിയപ്പോൾ അവനോട് ഇച്ചിരി കൊച്ചു വർത്താനം പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. എന്താണെന്നറിയോ? ഇവൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ പ്രശ്നം അത് ഇവനല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, ഇവൻ്റെ മാതാപിതാക്കൾ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. എന്നിട്ട് അവരെന്താ പറയണേ? ഇവനാണ് പ്രശ്നം, ഇവൻ എന്തു ചെയ്യും, ഇവനെ വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ലച്ചാ, ഇവൻ തലതിരിഞ്ഞ സ്വഭാവമാണ്. അപ്പനെ അമ്മയും കൂടെ മകനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധേയമായൊരു കാര്യമാണ് കേട്ടോ.
എന്താ അത്? മറ്റുള്ളവർ നന്നാകുന്നത് നോക്കിക്കൊണ്ടിരിക്കേണ്ട, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. നമ്മളാണ് മാറേണ്ടത്. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം കേട്ടപ്പോൾ കേട്ടുനിന്ന ഓരോരുത്തരിലും മാറ്റം ഉണ്ടായി. പ്രസംഗങ്ങൾ വെറുതെ കേൾക്കാനുള്ളത് മാത്രമല്ല, മറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സ്വഭാവത്തെ മാറ്റിമറിക്കണം. അപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് വചനം കേൾക്കുന്നുണ്ട്. കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തണം. എല്ലാ വർഷവും ഡിസംബർ 25 ക്രിസ്മസ് വരുന്നു, അതിനുവേണ്ടി 25 ദിനങ്ങൾ ഒരുങ്ങുന്നു, അല്ലേ? പലതരത്തിൽ ഒരുക്കങ്ങളുണ്ട്, എല്ലാം നല്ലത്. പക്ഷേ എൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇതാ ഈ കാലഘട്ടത്തിൽ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സ്നാപക യോഹന്നാൻ പറയുന്നു, നമ്മുടെ സ്വഭാവത്തിനാണ് മാറ്റം വരേണ്ടത്. ശരിയാണ്, ഈ പാൻഡമിക് കൊറോണ കാലം നമ്മുടെ സ്വഭാവത്തെ വല്ലാണ്ട് മാറ്റിമറിച്ചു, അല്ലേ? പണ്ടൊക്കെ നമ്മൾ ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തരംതിരിച്ചിരുന്നു. ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും. ഇപ്പം നമ്മളെന്താ പറയുന്നത്? കൊറോണ കാലത്തെ പല ജീവിത രീതികളും നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചു. ഇതാ സ്നാപക യോഹന്നാൻ പറയുന്നു, ഈ കാലഘട്ടത്തിൽ നിന്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള വൈകൃതങ്ങളൊക്കെ ഈ സമയം തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അനുതപിക്കാനുള്ള സമയമാണ്. യേശു ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പിറക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം. അവൻ്റെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാടിനെ മുഴുവൻ യേശു ഇതാ മാറ്റിമറിക്കാൻ പോകുന്നു. ക്രിസ്മസ് അതാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മൊത്തം ഇതാ മാറ്റിമറിക്കാൻ പോകുന്നു. ഒരു ഭാര്യ കൗൺസിലിങ്ങിന് വേണ്ടി വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു പേപ്പർ മുഴുവൻ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് എഴുതിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അച്ഛനോട് പറയുമ്പോൾ ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഭർത്താവിനെക്കുറിച്ച് ഞാൻ എഴുതിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവരുടെ ബന്ധം ആകപ്പാടെ അസ്വസ്ഥമാണ്. കുടുംബ കോടതിയിലെത്തിയിരിക്കുകയാണ്. ആകപ്പാടെ പ്രതിസന്ധിയാണ്. അപ്പോൾ ഞാൻ ഈ ഭാര്യയോട് ചോദിച്ചു, ഭർത്താവിനെക്കുറിച്ച് ഒത്തിരി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? അച്ഛാ, എന്നെക്കുറിച്ചൊന്നും അല്ല ഇപ്പോൾ സംസാരിക്കേണ്ടത്, ഭർത്താവിനെക്കുറിച്ചാണ്. ആ മനുഷ്യൻ എന്നോട് ചെയ്ത ചെയ്തികൾ അക്കമിട്ട് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അച്ഛൻ ഇതൊന്ന് കേൾക്കണം. അച്ഛൻ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യനോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. ഞാൻ അസ്വസ്ഥയാണ്. ആ മനുഷ്യനെ ഞാൻ വെറുക്കുന്നു. ഞാൻ പിന്നീട് മനസ്സിലാക്കി, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ആരാന്നറിയോ? ഒരു ഇടവകയിൽ കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, സഹോദരി, വേദപാഠം പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ ദൈവം സ്നേഹമാണെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം അത് നമ്മുടെ സ്വഭാവത്തിൽ വേണ്ടേ? അച്ഛാ, പഠിപ്പിക്കുന്നതൊക്കെ പാഠപുസ്തകത്തിലെ കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അത്രമേൽ അസ്വസ്ഥമായ ചില കാര്യങ്ങളാണ്. അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അച്ഛാ, അത് ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അച്ഛനൊന്ന് കേൾക്ക്. ഞാൻ പറഞ്ഞു, സഹോദരി, പേപ്പറിൽ എഴുതിയിട്ടുള്ളത് ഞാൻ കേൾക്കാം. അതിനു മുമ്പ് സഹോദരിയുടെ ആത്മീയ അവസ്ഥ എന്താണ്? സഹോദരി ഭാര്യയായ സഹോദരി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല, അയാൾക്ക് തോന്നുന്നത് പോലെ ചെയ്യട്ടെ, അയാളെ ഞാൻ അത്രമേൽ വെറുക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വ്യക്തമായി വരുന്നുണ്ട്. എന്താ അത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലേ? നമ്മുടെ പല പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം ഓക്കെയാണ്. മറ്റുള്ളവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പൈശാചികമായൊരു ചിന്തയാണ്. എനിക്ക് മാറ്റമൊന്നും ആവശ്യമില്ല, അല്ലേ? എനിക്ക് മാറ്റമൊന്നും ആവശ്യമില്ല, ഞാനെല്ലാം ഓക്കെയാണ്, മാറേണ്ടതും മറ്റുള്ളവരാണ്. നമ്മുടെ തലയ്ക്കകത്ത് പിശാച് കയറിയിരുന്ന് പറഞ്ഞു തരുന്ന നെഗറ്റീവായ ചിന്തയാണ്. മറ്റുള്ളവരല്ല മാറേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. നമ്മുടെ സ്വഭാവ രീതികളാണ് മാറേണ്ടത്.
മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഓർത്തോണം, ദേ ബാക്കി എല്ലാ വിരലും നെഞ്ചത്തോട്ടാ, നമ്മിലേക്കാ. മറ്റുള്ളവരെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. അതിലല്ല ജീവിതത്തിൻ്റെ വിജയം. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം, ജീവിതം രക്ഷ പ്രാപിക്കണോ, സമാധാനം വേണോ, അങ്ങനെയെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? എൻ്റെ വീട്ടിൽ രക്ഷ വേണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? എൻ്റെ ഓഫീസ് സ്ഥലത്ത്, ജോലി സ്ഥലത്ത് രക്ഷ വേണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? എൻ്റെ കമ്മ്യൂണിറ്റിയിൽ രക്ഷ വേണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിക്കണം. അല്പം വേദനാജനകമാണ്, അത്ര എളുപ്പമല്ല. പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമല്ല, വേദനാജനകമാണ്. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാൻ ദൈവജനത്തോട് പറഞ്ഞു, വന്ന് വെറുതെ സ്നാനം സ്വീകരിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളെന്ത് ചെയ്യണം? പങ്കുവയ്ക്കണം, മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. പങ്കുവയ്ക്കുന്നിടത്തു മാത്രമേ അനുഗ്രഹമുള്ളൂ. ചുങ്കക്കാർ വന്നു. ചുങ്കം പിരിക്കുന്നവരോട് സ്നാപക യോഹന്നാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ചുങ്കം പിരിച്ച് നടന്നാൽ മാത്രം രക്ഷ കിട്ടില്ല, സ്നാനം സ്വീകരിച്ചതുകൊണ്ട് രക്ഷ കിട്ടില്ല. മറിച്ച് എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ചില നിലപാടുകളുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തരുത്, മറ്റുള്ളവരിൽ നിന്ന് അന്യായമായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വസ്തത വേണം, വിശ്വസ്തത. പട്ടാളക്കാർ വന്നപ്പോൾ പട്ടാളക്കാരോട് എന്തു പറഞ്ഞു? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എന്തു വേണം? നിങ്ങൾക്ക് സംതൃപ്തി വേണം, തൃപ്തി വേണം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകളിൽ നമ്മുടെ ജീവിതത്തോട് ഇതായി തിരുവചനം ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, നിന്റെ ജീവിതത്തിൽ നീ മാറ്റത്തിന് തയ്യാറാണോ? അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? സ്വയം അംഗീകരിക്കുക. നമ്മുടെ ജീവിതത്തെ നമ്മൾ അംഗീകരിക്കുക, കുറവുകളെ അംഗീകരിക്കുക. ആരും തികഞ്ഞവരില്ല, കുറവുകളുള്ള മനുഷ്യരാണ് എല്ലാവരും തന്നെ. ഈ കുറവിനെ അംഗീകരിക്കുന്നത് ഒരിക്കലും അപമാനമല്ല, മറിച്ച് അഭിമാനമാണ്. പൗലോസ്ലീഹ സ്വർഗത്തോളൊക്കെ ഉയർത്തപ്പെട്ട മനുഷ്യനല്ലേ, എന്നിട്ട് എന്താ പറഞ്ഞേ? പാപികളിലെ ഒന്നാമനാണ് ഞാൻ. അപ്പം നമ്മൾ എന്തു പറയേണ്ടു? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട നിലപാട് ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കുക, എന്നിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ ഒരു മാറ്റത്തിനു വേണ്ടി സമർപ്പിക്കുക, അനുതപിക്കുക. സമ്പൂർണമായ മാറ്റം, ഒരു നല്ല കുമ്പസാരം. മനസ്സിലായോ? ഡീസൻ്റ് അല്ല, ഒരു നല്ല കുമ്പസാരം ചെയ്തിട്ട് എത്ര നാളായി? കൊറോണയൊക്കെ പീഡാന കാലഘട്ടങ്ങളിൽ എല്ലാം ഓൺലൈനായപ്പോൾ പലരും കുമ്പസാരമൊക്കെ നിർത്തി. അപ്പോൾ ഒരു നല്ല കുമ്പസാരം ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകൾ ചെയ്യണ്ടേ? നല്ല കുമ്പസാരം. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ എങ്ങനെയാണ് അച്ഛാ നല്ല കുമ്പസാരം ചെയ്യേണ്ടത്? അപ്പം ഞാൻ ചോദിച്ചു, നീ കുമ്പസാരിക്കാറില്ലേ? ഉണ്ടച്ഛാ, ഞാൻ കുമ്പസാരിക്കാറുണ്ട്. കാരണം ഇവനെ എനിക്കറിയാം, ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേണ്ടപ്പെട്ടവനാണ്. അപ്പോൾ ഇവൻ പള്ളിയിൽ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ടെന്നൊക്കെയുള്ളതാണ് വിശ്വാസം. അപ്പം ഞാൻ ചോദിച്ചു, നിൻ്റെ കുമ്പസാരം പിന്നെ എങ്ങനത്തതാ? അവൻ പറഞ്ഞു, അച്ഛാ എൻ്റെ കുമ്പസാരം ഒരു ഡീസൻ്റ് കുമ്പസാരമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഡീസൻ്റോ? അതെന്താ അങ്ങനെ? അച്ഛാ, ഞാനും വികാരിച്ചും തമ്മിൽ അത്ര അടുപ്പാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ പാപങ്ങളൊന്നും പറയത്തില്ല, ഡീസൻ്റായിട്ടുള്ള പാപങ്ങൾ മാത്രം പറയും. അച്ഛൻ ഡീസൻ്റായിട്ട് എനിക്ക് പാപമോചനം നൽകും. അതാണ് എൻ്റെ ഡീസൻ്റ് കുമ്പസാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഡീസൻ്റ് കുമ്പസാരമല്ല ക്രിസ്മസിൻ്റെ ഒരുക്ക നാളിൽ ചെയ്യേണ്ടത്. നല്ല കുമ്പസാരം തമ്പുരാൻ്റെ മുമ്പിൽ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക. അപ്പം അതിനു വേണ്ടി ശ്രമിക്കണം. അല്ലാതെ പള്ളിയിൽ അച്ഛന്മാരില്ല, ഞാൻ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ എഴുന്നേറ്റ് പോയി, ഇനി എവിടെ പോയി കുമ്പസാരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കുറേ പേര് രക്ഷപ്പെട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയല്ല, മറിച്ച് എന്ത് ചെയ്യണം? വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി ആദ്യം തന്നെ ഒരുങ്ങണം. എന്നിട്ട് കുമ്പസാരിപ്പിക്കാൻ പോകുന്ന വൈദികന് വേണ്ടി പ്രാർത്ഥിക്കണം. ആരുമായിക്കോട്ടില്ല, ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരുങ്ങുമ്പോൾ കർത്താവ് നല്ലൊരു കുമ്പസാരത്തിനുള്ള അവസരം നമുക്ക് വേണ്ടി നൽകും. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുക്കം പ്രധാനപ്പെട്ടതാണ്.
ഈ ഒരുക്കം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കടമ കഴിക്കുന്നത് പോലെ. ചിലരൊക്കെ കുമ്പസാരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്മസ് ആയതുകൊണ്ട്, ഈസ്റ്റർ ആയതുകൊണ്ട്, അല്ലേ, നോമ്പായതുകൊണ്ട്. അങ്ങനെ കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. മറിച്ച് സമ്പൂർണമായ ഒരു മാറ്റത്തിന് തയ്യാറാവുക. പത്രോസ് പാപം ചെയ്തു, യൂദാസ് പാപം ചെയ്തു, അല്ലേ? നമുക്കറിയാമല്ലോ. ആരാ ഗൗരവമായ പാപം ചെയ്തത്? പത്രോസ്. കാരണം എന്താ? പത്രോസ് ശിഷ്യന്മാരിൽ പ്രധാനിയാണ്. അപ്പം നേതാവ് പാപം ചെയ്യുന്നതും ശിഷ്യൻ പാപം ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിച്ചേ, യൂദാസ് പാപം ചെയ്തു. അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഉണ്ടായി. എന്ത് മാറ്റം ഉണ്ടായി? യൂദാസിന് മനസ്സിലായി ഞാൻ പാപം ചെയ്തു. അവനെന്ത് ചെയ്തു? തൻ്റെ ഗുരുവിനെ ഇതാ ഒറ്റിക്കൊടുത്തു എന്നുള്ള ദുഃഖം കാരണം അവനെ താങ്ങാൻ പറ്റിയില്ല. അവന് കിട്ടിയ ആ വെള്ളി നാണയങ്ങൾ അവൻ വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചത്തു. അവനിലേക്ക് നോക്കിയപ്പോൾ അവന് മനസ്സിലായി ഞാൻ കുറവുള്ള വ്യക്തിയാണ്. പത്രോസ് ഗൗരവമായ പാപമാണ് ചെയ്തത്, യൂദാസിനേക്കാൾ വലുത്. എന്നാൽ പത്രോസ് എന്ത് ചെയ്തു? അവന് അനുതാപമുണ്ടായി. അവന് മനസ്സിലായി എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞു, 1 അല്ല 3 വട്ടം. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. വളരെ പ്രധാനപ്പെട്ട കാര്യം. യൂദാസ് അവനിലേക്ക് നോക്കി. പത്രോസ് ആകട്ടെ യേശുവിൻ്റെ കരുണയുള്ള മുഖത്തേക്ക് നോക്കി. അവൻ രക്ഷ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ശരിയായ അനുതാപം പത്രോസ് നമുക്ക് സമ്മാനിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട മേഖലകൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുക, നല്ലൊരു കുമ്പസാരത്തിന് തയ്യാറാവുക, സംതൃപ്തിയോടുകൂടെ ജീവിതത്തെ നമുക്കായിരിക്കാം. ദൈവസമർത്ഥമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും.